കശ്മീരിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചതായി റിപ്പോർട്ട്. സ്ഥലം സുരക്ഷാ സേന സ്ഥിരീകരിച്ചിട്ടില്ല. ഒന്നിൽ കൂടുതൽ ഇടങ്ങളിൽ ഏറ്റുമുട്ടൽ നടക്കുന്നതായാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നിർണായക യോഗം വിളിച്ചു. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് സമിതി യോഗമാണ് നാളെ ചേരുക. അതിനിടെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ എക്സ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു. പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നു. ബസന്ത്, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? കൂടുതൽ രൂക്ഷമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണ് ഇരു രാജ്യങ്ങളും. മോത്തി, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഭീകരർ തേടിയുള്ള സുരക്ഷാ സേനയുടെ തെരച്ചിൽ വളരെ ശക്തമായിരിക്കുന്നു. പല സ്ഥലങ്ങളിലും ദക്ഷിണ കശ്മീരിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് വിവരം. ഏതൊക്കെ മേഖലകളിലാണ് എന്ന് പറയരുത് എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഭീകരർക്ക് വേണ്ടിയുള്ള അതിശക്തമായ തെരച്ചിൽ തന്നെയാണ് പലയിടത്തും നടക്കുന്നത്. ഈ 4 ഭീകരരെയും കണ്ടെത്തുക, അതോടൊപ്പം തന്നെ മറ്റ് സ്ലീപ്പർ സെല്ലുകളെ, അതായത് ഭീകരരെയും കൂടി കണ്ടെത്തി തുരത്തുക എന്നുള്ളത് തന്നെയാണ് സുരക്ഷാ സേനയുടെ ലക്ഷ്യം. ഏതായാലും ഇന്ന് രാവിലെ മുതൽ പലയിടത്തും വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി പാക് സേന വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം നാളെ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. നാളെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ ഉപസമിതിയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ ഉപസമിതിയും ചേരുന്നുണ്ട്. അതായത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സും ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അഫയേഴ്സും നാളെ ചേരുകയാണ്. CCEAയും ഉണ്ട്, അതായത് സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള ഉപസമിതിയും നാളെ യോഗം ചേരുന്നുണ്ട്. ഏറ്റവും നിർണായകമായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് CCSഉം അതോടൊപ്പം തന്നെ രാഷ്ട്രീയകാര്യ സമിതിയുടെയും യോഗമാണ്. രാഷ്ട്രീയകാര്യ സമിതിയുടെ യോഗത്തിൽ നാളെ കോൺഗ്രസിൻ്റെ ആവശ്യം ചർച്ച ചെയ്യപ്പെടുമോ എന്ന് കണ്ടറിയണം. അതായത് ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണം എന്നുള്ള കോൺഗ്രസിന്റെ ആവശ്യം ചർച്ച ചെയ്യപ്പെടുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഏതായാലും നാളത്തെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അഫയേഴ്സ്, അതായത് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ഉപസമിതിയുടെ യോഗം രണ്ടാമതും ചേരുകയാണ്. പഹൽഗാം സംഭവത്തിന് ശേഷം നേരത്തെ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ നിന്ന് വന്ന ശേഷം ആ യോഗം ചേർന്നിരുന്നു. ഇന്ന് വീണ്ടും നാളെ വീണ്ടും ചേരുന്നു. ഗൗരവമേറിയ കാര്യങ്ങളാണ്. അതുമായി രാജ്യം മുന്നോട്ട് പോവുകയാണ്. വീണ്ടും യോഗം ചേരും. തുടർന്ന് ആക്രമണം പല സ്ഥലത്തുമുണ്ട് എങ്കിലും അത് എവിടെയാണ് എന്ന് വെളിപ്പെടുത്തരുതെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. രൂക്ഷമായ പ്രതികരണത്തിലേക്ക്, പ്രതിരോധത്തിലേക്ക് ഇരു രാജ്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.